ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ മാർക്കോ സിനിമ കണ്ടിട്ട് ഇപ്പോൾ ഇറങ്ങിയുള്ളൂ. അതായത് നമ്മൾ ഒബ്രോൺ മോളിലാണ് സിനിമ കണ്ടിട്ടുണ്ട്. രണ്ടാമത്തെ ദിവസമാണ് ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. അതാണ് കുറച്ച് ലേറ്റ് ആയിട്ട് റിവ്യൂ ഇടുന്നത്. അതായത് ഉണ്ണി മുകുന്ദനെ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിട്ട് എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്ന സിനിമ, അല്ലെങ്കിൽ ഉണ്ണി മുകുന്ദന്റെ കരിയറിലെ വൺ ഓഫ് ദ ആ ഒരു ടേണിംഗ് പോയിന്റ്. ഇനി അങ്ങോട്ട് ഉണ്ണി മുകുന്ദൻ മലയാള ഫിലിം ഇൻഡസ്ട്രിക്ക് മറ്റൊരു ചരിത്രം സൃഷ്ടിക്കാനായി പിറന്നവൻ എന്ന് വേണമെങ്കിലൊക്കെ പറയാൻ വേണമെങ്കിൽ. കാരണം അത്രയധികം പവർ പാക്ഡ് ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള ഹനീഫ് അദേനി ഡയറക്റ്റ് ചെയ്തിട്ടുള്ള സിനിമ മാർക്കോ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്തൊരു അസ്വസ്ഥതയും ഒരു ഓക്കാനോ ഒക്കെ വരുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഒരു ഛർദ്ദിക്കാൻ വരുന്നത് എനിക്കിപ്പോഴും അത് മാറിയിട്ടില്ല. ചെറിയൊരു മനം പുരട്ടലിലാണ് ഞാനിപ്പോഴും ഉള്ളത് സിനിമ കഴിഞ്ഞ്. കാരണം വേറെ ഒന്നുമല്ല, ആ സിനിമയിലെ അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം വയലൻസ് ആണ്. കാരണം ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ അത്രയും മൃഗീയ ബ്രൂട്ടലായിട്ടുള്ള വയലൻസ് കണ്ടുകൊണ്ടിരുന്നിട്ട് ഒരു മധ്യവയസ്കയായ സ്ത്രീ ആ തിയേറ്റർ വിട്ട് ഇറങ്ങി പോകേണ്ട വന്നു. അതാണ് അവർ ആദ്യം പറഞ്ഞിട്ടുള്ളത്. 18 വയസ്സിന് മുകളിലുള്ളവരും അതുപോലെ തന്നെ ദുർബല ചിത്രരായിട്ടുള്ള മനുഷ്യരൊന്നും ഈ സിനിമ കാണാൻ വരരുതെന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ കഠിന ഹൃദയനായ മനുഷ്യനൊന്നുമല്ല. അത്യാവശ്യം നല്ല ശുദ്ധ ഹൃദയമുള്ള ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഒരു വളരെയധികം പറയുന്ന പോലെ ഒരു അറപ്പുളവാക്കുന്ന തരത്തിലുള്ള വയലൻസ്, അത്രയധികം എക്സ്ട്രീം വയലൻസ് എന്ന് വെച്ച് പടം മോശമെന്നല്ല പറയുന്നത്. നല്ല രീതിയിലുള്ള മേക്കിംഗ് ആണ് ഇതിൽ കാണാൻ പറ്റുന്നത്. BGM ആണെങ്കിലും അതുപോലെ തന്നെ ക്യാമറ വർക്കാണെങ്കിലും എല്ലാം ഹെവി ആയിട്ട് വന്നിട്ടുണ്ട്. ഉണ്ണി മുകുന്ദൻ്റെ പെർഫോമൻസ് വൈസ് പുള്ളിയുടെ ആ ഒരു ആക്ഷൻ്റെ ടൈമിങ് അപാര ടൈമിംഗ് ആണ്. എനിക്ക് തോന്നുന്നു പണ്ട് പൃഥ്വിരാജ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നിന്നൊരു KGF, അതായത് നമ്മളെ നാട്ടിൽ നിന്നൊരു KGF പോലത്തെ ഒരു പാൻ ഇന്ത്യൻ ലെവലിലൊരു സ്റ്റാറായിട്ട് വരാനായിട്ടൊരു മനുഷ്യനുണ്ടെങ്കിൽ, ഒരു നടനുണ്ടെങ്കിൽ അതാരായിരിക്കും എന്ന് പൃഥ്വിരാജിനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു വൺ ആൻഡ് ഓൺലി ഉണ്ണി മുകുന്ദൻ എന്ന്. കാരണം ഉണ്ണി മുകുന്ദൻ്റെ ആ ഒരു ഫിസിക്, അതുപോലെ തന്നെ പുള്ളി ചെയ്തു വച്ചിരിക്കുന്ന ആ ഒരു എനർജി ലെവല്, ക്യാരക്ടർ കൊടുത്തിരിക്കുന്ന ബിൽഡപ്പ് എല്ലാം വളരെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ നമുക്ക് തോന്നും, ചില പടങ്ങളിൽ വിജയൊക്കെ 10-500 പേരെയൊക്കെ ഒരുമിച്ച് ഇടിച്ചിടുന്ന കുറേ സീൻസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. പക്ഷേ വിജയൊക്കെ ചെയ്യുന്ന അത്ര ഒരു സ്വാഗിലേക്ക് ഉണ്ണി മുകുന്ദന് വരാൻ സാധിച്ചിട്ടില്ല. കാരണം അത് ഇനിയും വരാനുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കി കഴിയുമ്പോഴത്തേക്കും നമ്മൾ മാളികപ്പുറമൊക്കെ കണ്ട, അയ്യപ്പനായിട്ട് കണ്ട നമ്മുടെ സ്വന്തം ഉണ്ണി മുകുന്ദൻ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഈ ക്യാരക്ടറിനോട് അതിശക്തമായിട്ടുള്ള രീതിയിലുള്ള ആ ഒരു പറഞ്ഞ പോലെ ഒരു അടുപ്പം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സിനിമ വളരെ എൻഗേജിങ് ആയിരുന്നു. തുടക്കം മുതൽ അവസാനം വരെ വളരെ എൻഗേജിങ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. പിന്നെ അത്രയധികം വയലൻസ് കുത്തി നിറച്ച ഒരു സിനിമയും കൂടി ആയതുകൊണ്ട് തന്നെ ഈ ഒരു വയലൻസിനെ നമുക്ക് ആ ഒരു മൈൻഡോട് കൂടി, അല്ലെങ്കിൽ വയലൻസ് എൻജോയ് ചെയ്യുന്ന ഒരു തലമുറ പിള്ളേരോടൊക്കെ ചോദിച്ചാൽ ജെൻസി പിള്ളേരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും വയലൻസ് കാണാൻ അവർക്ക് ഇഷ്ടം. കാരണം സിനിമയായിട്ട് കാണാം. സിനിമയ്ക്ക് അകത്ത വയലൻസ് ആണ്. അല്ലാതെ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ഇത് നടക്കുമോ, അല്ലെങ്കിൽ ഇത്രയധികം മൃഗീയമായിട്ടൊക്കെ ആൾക്കാർ ചെയ്യുമോ അങ്ങനെയുള്ളതിനൊന്നും ചിന്തിക്കേണ്ട. സിനിമയായിട്ട് കണ്ട് സിനിമയ്ക്ക് അകത്തുള്ള ഒരു സംഭവമായിട്ട് മാത്രം ഇതിനെ കാണാം. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഈ സിനിമയിൽ മറ്റൊന്നും പ്രത്യേകിച്ച് ഇപ്പോൾ സ്റ്റോറി വൈസ് ഒന്നും നിങ്ങൾ നോക്കണ്ട. ജസ്റ്റ് കുറേ ആക്ഷൻ സീക്വൻസ്, കുറേ അധികം വയലൻസ് സീനുകൾ, മാസമായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന വയലൻസ് സീനുകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ മാത്രം തിയേറ്റർ വിസിറ്റ് ചെയ്യുക. പിന്നെ ഇതിലെടുത്ത് പറയുന്ന മറ്റ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ജഗദീഷാണ്. ജഗദീഷിൻ്റെ കരിയറിൽ എനിക്ക് തോന്നാനുള്ള ഇത്രയധികം ഒരു വെറൈറ്റി ക്യാരക്ടർ. അതിനു മുമ്പ് ലീല എന്ന സിനിമയിലാണ് അദ്ദേഹം നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു റോൾ ചെയ്യുന്നത്. പിന്നീട് ഇപ്പോഴാണ് അദ്ദേഹം ഈ ഒരു ടൈപ്പിൽ ഇത്രയും ഒരു വില്ലനിസത്തിലേക്ക് വരുന്നത്. സോഫ്റ്റ് ആയിട്ടുള്ള വില്ലൻ, നൈസായിട്ടുള്ള വില്ലനായിട്ടുണ്ട്. കാരണം പുള്ളിക്ക് പല സിനിമകളിലും പറയാൻ ഉപയോഗിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഡയലോഗ്സൊക്കെ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് പുള്ളി പറഞ്ഞിട്ടുള്ള ഇൻ്റർവ്യൂവിലൊക്കെ, എന്നെക്കൊണ്ട് എന്തൊക്കെയോ ചെയ്തു വെപ്പിച്ചിട്ടുണ്ട്, അത് ഞാനിതുവരെ ചെയ്യാത്ത കാര്യങ്ങളാണെന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ മറ്റ് സിനിമയിലുള്ള മറ്റ് 2 വില്ലന്മാരും അവരുടെ ആ ഒരു നായകനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള വില്ലനിസം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത്രയൊരു ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ള ഉണ്ണി മുകുന്ദൻ്റെ ആ എഫേർട്ടിന് നമ്മൾ ഇതിനകത്ത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത്രയും ഈ രീതിയിൽ ഫൈറ്റ് ചെയ്ത് ഇത്രയും വയലൻസ് നിറഞ്ഞൊരു സിനിമയിൽ മലയാളത്തിൽ വേറെ ഒരു നടന്മാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഔട്ട് ആൻഡ് ഔട്ട് ഒരു ഉണ്ണി മുകുന്ദൻ പക്കാ ഷോ ആയിട്ടാണ് തോന്നുന്നത്. പിന്നെ പറയുന്ന പോലെ എനിക്കുണ്ടായ പോലെ അസ്വസ്ഥത ചിലപ്പോൾ ചിലർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ അസ്വസ്ഥത ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി അതർവൈസ് നല്ലൊരു പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന നിലയിലേക്ക് ഉണ്ണി മുകുന്ദനെ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്ന സിനിമയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നെ സീക്രട്ട് ഏജൻറ്റിനെ പോലെ കുറച്ച് നെഗറ്റീവ് റിവ്യൂസ് ആണ് ചിലരൊക്കെ പറയുന്നുണ്ട്. കാരണം സീക്രട്ട് ഏജൻറ്റ് പറഞ്ഞത് വേറെ ഒന്നുമല്ല, പുള്ളിക്ക് ഉണ്ണി മുകുന്ദനോടുള്ള വ്യക്തി വൈരാഗ്യം കൊണ്ട് ഈ സിനിമ എങ്ങനെയെങ്കിലും ഒന്ന് താറടിച്ച് കാണിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നെഗറ്റീവ്സ് പറയാൻ വേണ്ടി മാത്രമാണ് പുള്ളി വീഡിയോ ഇട്ടതായിട്ടാണ് തോന്നിയത്. അതർവൈസ് നമ്മൾ ഈ ഒരു പടം ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് തൂക്കി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലെന്നാണ് പറയാനായിട്ടുള്ളത്. ഇതാണ് നമുക്കിന്ന് മാർക്കോനെ കുറിച്ച് പറയാനുള്ളത്. നമ്മൾ അടുത്ത പടം റിവ്യൂ ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ ലാലേട്ടൻ്റെ 3D ബറോസിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത റിവ്യൂ വരുന്നവരെ നന്ദി, നമസ്കാരം.